പഴകിയ ഇറച്ചി ഉപയോഗിച്ചുള്ള ഭക്ഷണം നൽകിയതിനെ ചൊല്ലി ആലുവ ബൈപ്പാസിലെ ടർഫിനോട് ചേർന്നുള്ള ഹോട്ടലിൽ സംഘർഷം. കുടുംബമായി ഭക്ഷണം കഴിക്കാനെത്തിയ ആളുകളാണ് ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയത്. കുട്ടിക്ക് കഴിക്കാൻ നൽകിയ വിഭവത്തിലെ ഇറച്ചി പഴകിയതാണെന്ന് പിതാവിന് ബോധ്യപ്പെടുകയും അത് ചോദ്യം ചെയ്തതാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. തട്ടുകടകളിൽ വരെ പരിശോധന നടത്തുന്ന അധികൃതർ വൻകിട ഹോട്ടലുകളെ മാസപ്പടി വാങ്ങി പരിശോധനയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. കുടുംബവുമായി എത്തിയവർ കുട്ടിക്ക് കഴിക്കാൻ നൽകിയ വിഭവത്തിലെ ഇറച്ചി പഴകിയതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പിതാവ് ഹോട്ടൽ ജീവനക്കാരുമായി ബഹളമുണ്ടാക്കിയത്. ഈ സാധനത്തിന് ഹോൾ സ്മെല്ലുണ്ടോ? ചെറുതാണോ വലുതാണോ? ഇപ്പൊ ഉണ്ട്. നന്നായിട്ട് സ്മെല്ലില്ലേ? നല്ല ചീഞ്ഞ നാറ്റമല്ലേ? നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഹോട്ടലിന്റെ പേരെന്താ? താൽ കിച്ചൺ. എവിടെ സ്ഥലം? എവിടെയാ? ആലുവയില്. ഇത് ഈ കൊച്ചു കഴിച്ച സാധനമാണ്. ഈ കൊച്ചു കഴിച്ച് അതിന്റെ മുക്കാ ഭാവം കഴിച്ചു. ഈ കൊച്ചു കഴിച്ചില്ല സ്മെല്ലായതുകൊണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ചേട്ടൻ ഇവിടുത്തെ ആരാണ്? മാനേജറാണ്. ചേട്ടാ ഇത് ഈ കുട്ടി കഴിച്ച സാധനമാണ് ഈ കാണുന്നത്. കുട്ടി ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്തത് മൂലം പിതാവ് പരിശോധിച്ചപ്പോഴാണ് ഇറച്ചി പഴകിയതാണെന്ന് ബോധ്യപ്പെട്ടത്. ആലുവ ബൈപ്പാസിലെ ടർഫിനോട് ചേർന്നുള്ള ഹോട്ടലിലാണ് സംഘർഷമുണ്ടായത്. പഴകിയ ഭക്ഷണം വിളമ്പിയ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.